ഐസി ഗ്ലേസിയർ പാർക്ക് അലാസ്ക. സോ ഐസിൻ്റെ സീസൺ സ്റ്റാർട്ടായി കഴിഞ്ഞു. സോ ഇത് ഗ്ലേസിയർ പാർക്കിലെ വണ്ടർഫുൾ ഐസ് പീസുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ മൗണ്ടൻ ഫുള്ളും ഐസി ഗ്ലേസിയേഴ്സാണ്. സോ ഫ്ലോട്ടിങ് ഐസാണ് ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങോട്ടൊക്കെ ക്രൂയിസിന് വരുന്നവർക്കാണെങ്കിൽ വർത്താണ്. നമുക്ക് കറക്റ്റായിട്ട് തന്നെ എല്ലാ വ്യൂവും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഷിപ്പ് സ്ലോലിയാണ് ഗ്ലേസിയർ പാർക്ക് ടച്ച് ചെയ്ത് പോകുന്നത്. സോ ഫുള്ളും ഐസി ഗ്ലേസിയർ മൗണ്ടൻസ് ആണ്. സോ ഫൈനലി ഇത് ലാസ്റ്റ് എൻഡ് വരുന്നത് മെയിൻ ഐസി ഗ്ലേസിയർ ഫൈനൽ എൻഡ് പോയിന്റ് ഉണ്ട്. സോ അത് ഗ്ലേസിയർ ബേ എന്ന് പറയും. അവിടെ പോയിട്ടാണ് ഫൈനലി ഷിപ്പ് ആങ്കർ ചെയ്യുന്നത്. സോ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐസി ഗ്ലേസിയർ ആങ്കർ ബേ. സോ ടെമ്പറേച്ചർ ഇപ്പോൾ ചൂട് സീസണായി വരുന്നു. സീസൺ ഔട്ട് ആയതുകൊണ്ട് എല്ലാ ഐസുകളും മെൽറ്റായി തുടങ്ങി. സോ ഇവിടെ സീസൺ ടൈമിൽ നമുക്ക് ഇങ്ങോട്ടൊന്നും പാസ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇത് വളരെ നാരോ ചാനൽസാണ്. സോ 1-2 ഷിപ്പുകൾക്ക് മാത്രമേ ഒരു ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് സ്റ്റക്കാവുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സോ വളരെ നാരോ ചാനൽസാണ്. ഇത് കാണാൻ സാധിക്കും വലിയ വലിയ പീസ് ഐസുകൾ മലയിൽ നിന്ന് പൊട്ടി ഒഴുകി വരുന്ന കാഴ്ച. ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ ഐസ് പാസ് ചെയ്ത് പോകുന്നത്. ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്റാർട്ടിക്കയിൽ പോയി കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഗ്രീൻലാൻഡ്, നോർവേ. ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഐസ് പീസ് പാളികളായി മുറിഞ്ഞ് ഒഴുകി വരുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും. നല്ല വണ്ടർഫുൾ ലൊക്കേഷനാണ് അലാസ്ക. സോ സീസൺ ബേ ഔട്ട് ആവുന്ന സമയത്താണ് പല ക്രൂസ് ഷിപ്പുകളും ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്കൊന്നും വരാൻ സാധിക്കില്ല. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ വ്യൂവും എൻജോയ് ചെയ്ത് ഇതിലൂടെ മൂവ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചൂടും തണുപ്പും കലർന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഈ സമയത്തൂടെ ഇപ്പോൾ പാസ് ചെയ്ത് പോകുന്നത്. സോ ഞങ്ങളിപ്പോൾ പാസ് ചെയ്ത സമയം മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂണാണ്. ജൂൺ 23-ാം തീയതി 2025. സോ 2025 ജൂൺ മാസത്തിലാണ് ഇപ്പോൾ പാസ് ചെയ്ത് പോകുന്നത്. സോ ഈ സമയത്ത് തന്നെ കാണാൻ സാധിക്കും ഐസുകളൊക്കെ പൊട്ടി താഴേക്ക് കിടക്കുന്നത്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ഗ്ലേസിയർ ബേ വരുന്നത്. സോ നമ്മൾ ആ ഭാഗത്തേക്കാണ് ക്രൂയിസിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ഫുൾ ഐസ് പൊട്ടി വെള്ളത്തിൽ കിടക്കുന്നത്. വൈൽഡ് ലൈഫ് എന്ന് പറയാനായിട്ട് ഇവിടെ പാസ് ചെയ്ത് പോകുന്ന വെയിൽസ്, ഡോൾഫിൻ, പിന്നെ സീ ലയൺ, പെൻഗിൻസ് ഒന്നും കാണാൻ സാധിക്കില്ല. അതൊക്കെ കാണണമെങ്കിൽ അന്റാർട്ടിക്ക ആ ഭാഗത്തേക്ക് തന്നെ പോകണം. പിന്നെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ അധികം ട്രാഫിക്കുകളോ വേറെ ഷിപ്പുകളോ ഒന്നും ഇതിലൂടെ പാസ് ചെയ്ത് പോവുകയില്ല. വല്ല ഗ്രൗണ്ടിങ് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല പണിയാവും. അടുത്ത ഷോർ എന്ന് പറഞ്ഞാൽ അടുത്ത സിറ്റി ഉള്ളത് സ്കാജ്വേ അലാസ്ക അല്ലെങ്കിൽ ജൂണോ അലാസ്ക. സോ അവിടെ നിന്നും റെസ്ക്യൂ ടീം എത്തുമ്പോൾ തന്നെ ടൈം നല്ലപോലെ ആവും. സോ ഇവിടെ മോസ്റ്റ്ലി ക്യാപ്റ്റൻസ് ഒക്കെ ചെയ്യുന്നത് ഐസിൻ്റെ പട്ടിക്ക് കൊണ്ട് ഡോക്ക് ചെയ്യാതെ ഈ കാണുന്നതാണ് അതിൻ്റെ പോയിന്റ് വെച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ അപ്പുറത്തേക്ക് ആരും ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാറില്ല. ഇതിന് മുന്നേ ക്രോസ് ചെയ്ത് പോയൊരു ഷിപ്പാണ് NCLലെ വലിയൊരു ഷിപ്പ്. അത് എഞ്ചിനിൽ ഐസ് കട്ട ഇടിച്ചതിന് ശേഷം ഗ്രൗണ്ടിങ് ആയതാണ്. സോ ആ സമയത്ത് അവർ ഡയറക്റ്റ് കൊണ്ടുപോയത് സിയാറ്റിൽ ഡ്രൈ ഡോക്കിലേക്കാണ്. സോ അതിനുശേഷം ഒരു ഷിപ്പുകളും ഈ ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്തേട്ട് പോയിട്ടില്ല. സോ ലൊക്കേഷൻ കാണുമ്പോൾ അടിപൊളിയാണ്, പക്ഷേ അതുപോലെ ഡേഞ്ചറുമാണ്. നമുക്കറിയില്ല താഴെ എത്ര ഡെപ്തിൽ ഐസ് കിടപ്പുണ്ടെന്ന്. സോ അതെല്ലാ ക്യാപ്റ്റൻസും ഇവിടെ വരെ ലോക്ക് ചെയ്തിട്ട്
മാക്സിമം ആങ്കറിലിട്ടതിന് ശേഷം ഷിപ്പ് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഷിപ്പ് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൊട്ടേഷനിലാണ് നമുക്ക് 360 ഡിഗ്രി വ്യൂ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഒരു അടിപൊളി ക്ലൈമറ്റ്, അടിപൊളി ലൊക്കേഷനും. നമുക്ക് ഈ ഐസ് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ എല്ലാം കാണാൻ പറ്റി. എന്തായാലും നിങ്ങൾ വ്യൂ എൻജോയ് ചെയ്യുക. ഇത് ലാസ്റ്റ് പോർട്ടാണ് അലാസ്കയിലെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.